السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم جميعا إلى صف جديد. درسنا في الصفوف الماضية اللوحة الأولى والثانية والثالثة من مسرحية انقروا للفلاح. اليوم ندرس اللوحة الرابعة من هذه المسرحية. استمعوا. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കേവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വായിച്ചത് ഉൻഖുറൂ ലിൽ ഫലാഹ് എന്ന നാടകത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങളായിരുന്നു. അതിൻ്റെ ആശയമെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. ശരി, നമുക്കിന്ന് ആ നാടകത്തിൻ്റെ നാലാമത്തെ ഭാഗം വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. اللوحة الرابعة على المسرح مكتب المدرسة يجلس ناظر المدرسة يدخل فؤاد مع أمه. ناظر المدرسة: تفضلوا. الأم: أنا أم فؤاد. ناظر المدرسة: أهلا وسهلا. الأم: سيدي، كيف نتيجة فؤاد؟ ناظر المدرسة: فؤاد دارس نشيط، ولكن منذ أيام أراه كسولا مهملا لا أعرف ماذا أصابه. انظروا. اللوحة الرابعة രംഗം 4. അലൽ മസ്റഹി വേദിയിൽ, മക്തബുൽ മദ്രസ സ്കൂൾ ഓഫീസാണ്. സ്റ്റേജിൽ ഇപ്പോൾ ഉള്ളത് സ്കൂൾ ഓഫീസാണ്. യജ്ലിസു നാദിറുൽ മദ്രസ, അവിടെ HM ഇരിക്കുന്നു. നാദിറുൽ മദ്രസ ഹെഡ് മാസ്റ്റർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നു. യദ്ഖുലു ഫുആദുൻ മാ ഉമ്മിഹി, അപ്പോൾ ഫുആദ് അവൻ്റെ ഉമ്മയോടൊപ്പം അങ്ങോട്ട് പ്രവേശിക്കുന്നു. ഉമ്മയോട് കൂടെ ഫുആദ് ഓഫീസിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് വേദിയിലുള്ള പശ്ചാത്തലം. അപ്പോൾ നാദിറുൽ മദ്രസ, അപ്പോൾ HM പറയുകയാണ് തഫല്ലലു എന്ന് പറഞ്ഞ അർത്ഥം വരൂ എന്നാണ്. തഫല്ലലു, വരൂ. അൽ ഉമ്മു, ഉമ്മ. അന ഉമ്മു ഫുആദ്, ഉമ്മ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഫുആദിൻ്റെ മദറാണ്, ഫുആദിൻ്റെ ഉമ്മയാണ്. നാദിറുൽ മദ്രസ, HM പറയുന്നു അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞ അർത്ഥം വെൽക്കം എന്നാണ്, നിങ്ങൾക്ക് സ്വാഗതം. അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ വെൽക്കം. അൽ ഉമ്മു, അപ്പോൾ ഉമ്മ പറയുന്നു സയ്യിദി, സർ, കൈഫ നതീജത്തു ഫുആദ്, ഫുആദിൻ്റെ നതീജത്ത് എങ്ങനെയുണ്ട്? നതീജത്ത് തഅല്ലംനാ മിൻ ഖബൽ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നതീജത്തിൻ്റെ അർത്ഥം എന്താ? അതെ, റിസൾട്ട്, ഫലം. അപ്പോൾ ഉമ്മ ചോദിക്കുന്നു സയ്യിദി, സർ, കൈഫ നതീജത്തു ഫുആദ്, ഫുആദിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? പരീക്ഷയുടെ ഫലമൊക്കെ എങ്ങനെയുണ്ട്? നാദിറുൽ മദ്രസ, അപ്പോൾ HM പറയുന്നു ഫുആദ് ദാരിസുൻ നശീത്തുൻ, ഫുആദ് നല്ല ഉന്മേഷമുള്ള ഒരു കുട്ടിയാണ്. ഫുആദ് ദാരിസിൻ്റെ അർത്ഥം സ്റ്റുഡൻറ്റ്, നിങ്ങൾക്കറിയാം. നഷീത്തുൻ്റെ അർത്ഥം ആക്റ്റീവ്, വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഉന്മേഷവാനായ ഒരു കുട്ടിയാണ് ഫുആദ്. വലാക്കിൻ, പക്ഷേ, അങ്ങനെ ആയിരുന്നു. പക്ഷേ മുൻദു അയ്യാമിൻ, കുറച്ചു ദിവസം മുതൽ, മുൻദു അയ്യാം നമ്മൾ പഠിച്ചാണ്, കുറച്ചു ദിവസമായിട്ട്, അറാഹു കസൂലൻ, ഞാൻ അവനെ കസൂലായിട്ട് കാണുന്നു. മാമാന കസൂൽ, മടിയൻ, കസൂൽ മടിയൻ. മുഹ്മിൽ എന്ന് പറഞ്ഞാൽ അലസൻ എന്നാണ്. രണ്ടും ഏകദേശം ഒരു അർത്ഥം തന്നെയാണ്. അപ്പോൾ മുൻദു അയ്യാമിൻ അറാഹു കസൂലൻ മുഹ്മിലൻ, ഞാൻ അവനെ മടിയനും അലസനുമായിട്ട് കാണുന്നു. കസൂല് മടിയൻ, മുഹ്മിൽ അലസൻ എന്നൊക്കെ നമുക്ക് പറയാം. ലാ ആരിഫു മാദാ അസ്വാബഹു, അവൻ എന്താണ് പറ്റിയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഫുആദ് ദാരിസുൻ നശീത്തുൻ, നല്ല കുട്ടിയായിരുന്നു, ഉന്മേഷമുള്ള താല്പര്യമുള്ള കുട്ടിയായിരുന്നു. വലാക്കിൻ, പക്ഷേ മുൻദു അയ്യാമിൻ അറാഹു കസൂലൻ മുഹ്മിലൻ, കുറച്ച് ദിവസമായിട്ട് ഞാൻ അവനെ അലസനും മടിയനുമായിട്ട് കാണുന്നു. ലാ ആരിഫു മാദാ അസ്വാബഹു, അവൻ എന്താ പറ്റിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലുമ്മു, ഇത് പറഞ്ഞപ്പോൾ ഉമ്മ പറയുകയാണ് ഖജിലത്തൻ, ലജ്ജയോടെ. ഖജിലത്ത് നാണമുള്ളവൾ അല്ലെങ്കിൽ ലജ്ജയുള്ളവളായിട്ട് പറയുന്നു. ജിഅ്തുൽ യൗമ ലിഅഅ്തദിറ, അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ജിഅ്തു, ഞാൻ വന്നു, അല്ലയോ ഇന്ന്, ലിഅഅ്തദിറ, അതിൻ്റെ ഉദ്ർ, അതിൻ്റെ പ്രതിബന്ധം അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് കാരണം? വഫർതു ലഹുൽ ഇൻ്റർനെറ്റ്, ഞാൻ അവന് ഇൻ്റർനെറ്റ് എടുത്തു കൊടുത്തു. വഫറ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചു എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവന് ഇൻ്റർനെറ്റ്
കണക്ഷൻ എടുത്തു കൊടുത്തു കബല അയ്യാമിൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അലുന്നു അന്നഹാദാ ഹുവ സബബു ലി തറാജുഅഹി അനിദ്ദിറാസത്തി, ഇതാണ് പഠനത്തിൽ നിന്ന് അവൻ്റെ പിന്നോക്കാവസ്ഥക്ക് കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അലുന്നു, ഞാൻ വിചാരിക്കുന്നു, അന്നഹാദ, നിക്ഷയം, ഇതാണ് ഹുവസബബു, കാരണം, ലി തറാജുഅഹി, തറാജുവിനർത്ഥം മടക്കം എന്നാണ്. പറഞ്ഞാൽ പിന്നോക്കം പോവാൻ, അനിദ്ദിറാസത്തി, പഠനത്തിൽ നിന്ന് അവൻ പിന്നോട്ട് പോവാൻ ഇതായിരിക്കും കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നാദിറുൽ മദ്രസ എച്ച് പറയുകയാണ്, ഷബക്കത്തുൽ ഇൻ്റർനെറ്റ് അത് വസീലത്തുൻ മുഫീദത്തുൻ, അത് പ്രയോജനമുള്ള ഒരു മാധ്യമമാണ്, ലിൽ ബഹസി, സെർച്ചിങ്ങിനും വദ്ദിറാസത്തി, പഠനത്തിനുമൊക്കെ. അത് നല്ലതല്ലേ? ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ളത്, ഇൻ്റർനെറ്റ് വസീലത്തുൻ മുഫീദത്തുൻ ലിൽ ബഹസി വദ്ദിറാസ, അത് സ്റ്റഡിക്കും പഠനത്തിനും അതുപോലെ സെർച്ചിങ്ങിനൊക്കെ ഉപകാരപ്രദമായ ഒരു മാധ്യമമല്ലേ, ഒരു ഉപാധിയല്ലേ? പിന്നെന്താണ് അതുകൊണ്ട് പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണം എന്ന് എച്ച് പറഞ്ഞപ്പോൾ ഫുആദ് പറയുകയാണ്, ആസിഫ് യാ സയ്യിദി, സോറി സർ, അഖ്തോത്തു ഫി ഇസ്തിഖ്ദാമിഹ, അത് ഉപയോഗിച്ചതിൽ എനിക്ക് തെറ്റുപറ്റി. അഖ്ത്വ എന്ന് പറഞ്ഞാൽ പിഴവ് സംഭവിച്ചു, ഫി ഇസ്തിഖ്ദാമിഹ, അത് ഉപയോഗിച്ചത്, അത് യൂസ് ചെയ്തതിൽ എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു പോയി, അതുകൊണ്ട് സാറേ ക്ഷമിക്കണം, ആസിഫ് യാ സയ്യിദി. നാദിറുൽ മദ്രസ അപ്പോൾ എച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, യഅലം യാ ഫുആദ്, നീ അറിയണം, നീ മനസ്സിലാക്കണം, അൽ അജ്ഹിസത്തുൽ ഇഅലാമിയ, വിവര സാങ്കേതിക ഉപകരണങ്ങൾ. അജ്ഹിസത്ത് എന്നാൽ ജിഹാസ്, അജ്ഹിസത്ത് എന്നാൽ ടൂൾസ് എന്നാണ്, ഉപകരണങ്ങൾ. അൽ ഇഅലാമിയ എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ്. അപ്പോൾ വിവര സാങ്കേതിക ഉപകരണങ്ങൾ അത് സിലാഹുൻ ദു ഹദ്ദൈനി, അത് രണ്ട് അതിർത്തികളുള്ള ഒരു ആയുധമാണ്. സിലാഹിൻ്റെ അർത്ഥം ആയുധം, ദു ഹദ്ദൈനി, ഹദ്ദിൻ്റെ അർത്ഥം അതിർത്തി, പരിധി എന്നൊക്കെയാണ്. അപ്പോൾ രണ്ട് അതിർത്തികളുള്ള ഒരു ആയുധമാണ് എന്ത്? വിവരസാങ്കേതിക ഉപകരണം. ലഹു ഈജാബിയാത്തുൻ, അതിന് ഗുണങ്ങളുണ്ട്, വ സെൽബിയാത്തുൻ, ദോഷങ്ങളുമുണ്ട്. ഈജാബിയാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ. ഈജാബിയാത്ത് എന്നാൽ പോസിറ്റീവ് എന്നാണ്, സെൽബിയാത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നുമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജിക്ക്, വിവരസാങ്കേതിക ഉപകരണങ്ങൾക്ക് എന്തുണ്ട്? അതിന് ഗുണങ്ങളുമുണ്ട്, ഈജാബിയാത്തുമുണ്ട്, ഗുണങ്ങളുമുണ്ട്, സെൽബിയാത്ത് ദോഷങ്ങളുമുണ്ട്, പോസിറ്റീവുമുണ്ട്, നെഗറ്റീവുമുണ്ട്. അതുകൊണ്ട് ഫഹദർ, നീ സൂക്ഷിക്കണം, ഐന്ദ ഇസ്തിഖ്ദാമിഹ, അത് ഉപയോഗിക്കുന്ന സമയത്ത്. ഫുആദേ, ഇതിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്, അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നോക്കൂ അടുത്ത പേജിൽ. അപ്പോൾ ഫുആദ് എന്താ അതിന് മറുപടി പറഞ്ഞത്? അഇദുക്കും മുൻദുല്യവും അനസ അസ്തഖ്ദിമുഹ ഈജാബിയൻ, ഞാൻ ഇനി അത് ഗുണങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഫുആദ് പറയുന്നു, അഇദുക്കും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുന്നു, കരാർ നൽകുന്നു, മുൻതുല്യവും, ഇന്ന് മുതൽ അനസ അസ്തഖ്ദിമുഹ, ഞാനത് ഉപയോഗിക്കും, ഈജാബിയൻ, എന്തിന്? അതിൻ്റെ ഗുണങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഞാനിതാ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നാദിറുൽ മദ്രസ ഇത് കേട്ടപ്പോൾ എച്ച് പറയുകയാണ്, യാ ഫുആദേ ഉൻഖുർ ലിൽ ഫലാഹ്, നീ വിജയത്തിന് വേണ്ടി ക്ലിക്ക് ചെയ്യൂ. ഇതായിരുന്നു നമ്മുടെ ഈ നാടകത്തിൻ്റെ ഹെഡിങ്, തലക്കെട്ട്. ഉൻഖുറു ലിൽ ഫലാഹ് എന്നായിരുന്നല്ലോ. ഒരാളോട് പറയുമ്പോൾ, ഫുആദിനോട് പറയുമ്പോൾ ഉൻഖുർ അല്ലേ, ബഹുവചനമാക്കി ജമ്മാക്കി പറയുമ്പോൾ ഉൻഖുറു എന്ന് പറയും. ഉൻഖുർ, ഉൻഖുറാ, ഉൻഖുറു, അതായിരുന്നു ഹെഡിങ്. അപ്പോൾ യാ ഫുആദേ ഉൻഖുർ ലിൽ ഫലാഹ്, നീ വിജയത്തിന് വേണ്ടി ക്ലിക്ക് ചെയ്യൂ, നല്ലതിന് വേണ്ടി, നിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം നീ ഇനി ക്ലിക്ക് ചെയ്യുക. ഫുആദ്, അപ്പോൾ ഫുആദ് മുബ്തസിമൻ, പുഞ്ചിരിക്കുന്നവനായിട്ടാണ് പറയുന്നത്. മുബ്തസിം, പുഞ്ചിരിക്കുന്നവൻ. എന്താ പറയുന്നത്? അന സഉഹാവിലു അൻ അകൂന ദാരിസൻ മുതഫവ്വികൻ ഫിൽ മദ്രസ ഇൻഷാ അല്ലാഹ്, ഞാൻ ഈ സ്കൂളിൽ ഏറ്റവും മികവ് നേടുന്ന ഒരു വിദ്യാർത്ഥിയാവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു. നോക്കൂ, ഞാൻ, സഉഹാവിലു, ഞാൻ പരിശ്രമിക്കും, അൻ അകൂന, ഞാൻ ആവാൻ വേണ്ടി, ആയിത്തീരാൻ വേണ്ടി, ദാരിസൻ മുതഫവ്വികൻ, മികവ് നേടുന്ന വിദ്യാർത്ഥി. ദാരിസ് വിദ്യാർത്ഥി, മുതഫവ്വികൻ ഏറ്റവും പുരോഗതി പ്രാപിക്കുന്ന അല്ലെങ്കിൽ മികവ് നേടുന്ന വിദ്യാർത്ഥിയാവാൻ, ഫിൽ മദ്രസ സ്കൂളിൽ, ഇൻഷാ അല്ലാഹ്. അല്ലുമ്മു, അപ്പോൾ ഉമ്മ പറയുന്നു, ഹംദല്ലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി, അൽഹംദുലില്ലാ,
അത് മറ്റൊരു രൂപത്തിൽ പറയാണ് ഹംദല്ലില്ല, അള്ളാഹുവിനാണ് സ്തുതി, അലസ്സലാമ അസ്സിത്താർ. ഇതോടുകൂടെ ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു, കർട്ടൻ താഴ്ന്നു. നോക്കൂ, അപ്പം ഈ നാടകത്തിൻ്റെ അതിൻ്റെ റിസാലത്ത്, ഇതിൻ്റെ മെസ്സേജ്, ഇതിനുള്ള ഗുണപാഠം എന്താണ്? നാം ഇൻ്റർനെറ്റും അതുപോലെ മൊബൈലും കമ്പ്യൂട്ടറുമൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടവരാണ്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ നല്ലതിന് മാത്രം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം നാം എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുക. ചീത്ത കാര്യങ്ങളിലേക്ക് പോവാതെ, ചീത്ത വശങ്ങളിലേക്ക് പോവാതെ അതിൻ്റെ നന്മ മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ നാടകത്തിൻ്റെ ഗുണപാഠം. ശരി, നമുക്കിതിൻ്റെ ചില പ്രവർത്തനങ്ങൾ വായിക്കാം. നോക്കൂ, നുറാജി ഉന്നസ്വ, പാഠമെടുത്ത് അവലോകനം ചെയ്യുക. വനക്തഷിഫുൽ കലിമാത്തിൽ മുതഅല്ലിഖ ബിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തുക. നമ്മൾ ഈ പഠിച്ച നാടകത്തിൽ നിന്ന് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തുക. വനക്തുബു, അത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. അല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചല്ലോ. കണക്ഷൻ, അതുപോലെ ഡൗൺലോഡിങ്, ചാറ്റിങ്, ഇങ്ങനെയുള്ള ഒരുപാട് വേർഡ്സുകൾ നാം ഈ പാഠത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, കലിമാത്തുകൾ. അങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അത് കണ്ടെത്തുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡിൻ്റെ വാക്കെന്താ? അതെ, തഹ്മീൽ. ഇങ്ങനെ വാക്കുകൾ കണ്ടെത്തിയത്. ഡൗൺലോഡ്, ഡൗൺലോഡിങ്, അതുപോലെ സെർച്ചിങ്, പിന്നെ ക്ലോസ് അതിൻ്റെ വാക്കെന്താ? അൽ യഗ്ലാഖ്, അല്ലേ, യഗ്ലാഖ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു, യഗ്ലാഖ്. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ, അതിൻ്റെ വാക്ക് നിങ്ങൾ എഴുതുക. പിന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ എഴുതാം. ചാറ്റിങ്, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ശരി, നോക്കൂ, അടുത്ത പ്രവർത്തനം സുൽ ബൈന ഷഖ്സിയാത്തി വൽ മുകാലമാത്തി, ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗും തമ്മിൽ യോജിപ്പിക്കുക. സുൽ, ബന്ധിപ്പിക്കുക. ബൈന ഷഖ്സിയാത്ത്, ഷഖ്സിയാത്തിൻ്റെ അർത്ഥം നാടകത്തിൽ പറഞ്ഞ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്. വൽ മുകാലമാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഡയലോഗ്, അവർ സംസാരിച്ച പറഞ്ഞ വാക്ക്, ഇത് തമ്മിൽ യോജിപ്പിക്കുക. നമുക്കാദ്യം എ കോളം വായിക്കാം. അൽ ഉമ്മു, ഫുആദ്, അൽ ഖാലു, അൽ ജദ്ദു. ഇതിൻ്റെ ബി കോളം നോക്കൂ. അന മുത്തഅക്കിദുൻ അൻതി ലാ തർഫളു തൊലബി, എനിക്കുറപ്പുണ്ട് നിങ്ങളെൻ്റെ ആഗ്രഹം നിരസിക്കുകയില്ലെന്ന്. ആര് പറഞ്ഞതാണ്? 2. ഇദൻ സാത്തസുലു ബി വാലിദിക അബറൽ ഹാത്തിഫ്, എങ്കിൽ ഞാൻ നിൻ്റെ ഉപ്പയുമായി ഫോണിലൂടെ ഒന്ന് ബന്ധപ്പെടട്ടെ. 3. ഹൗവിൻ അലൈക്കയാ ബുനയ്യ, മോനെ നീ ഇത് കാര്യമാക്കേണ്ടതില്ല. അല്ലേ, ഇതാര് പറഞ്ഞ വാക്കാണ്? ഹൗവിൻ അലൈക്കയാ ബുനയ്യ, മോനെ നീ ശാന്തനാകൂ, സമാധാനിക്കൂ, ഇതത്ര പ്രശ്നമാക്കേണ്ടതില്ല. അടുത്തത് ലം തുഫക്കിർ ആഖിബത്ത ഫഅലിക കത്തു, നീ നിൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്ത്യം ചിന്തിച്ചില്ല, ഇതുകൊണ്ട് എന്താണ് ഉണ്ടായിത്തീരുക എന്നുള്ള ഭവിഷ്യത്ത് നീ ചിന്തിച്ചില്ല. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? ഒന്ന് ചേർത്ത് നോക്കൂ. ഒന്നാമത്തത് അന മുത്തഅക്കിദുൻ അൻതിലാ തർഫളു തൊലബി, എനിക്കുറപ്പുണ്ട് എൻ്റെ ആഗ്രഹം നിങ്ങൾ നിരസിക്കുകയില്ലെന്ന്. ആര് പറഞ്ഞതാ? അതെ, ഫുആദ്. അല്ലേ, ഫുആദിനോട് യോജിച്ചതാണിത്. ഫുആദ് പറഞ്ഞ വാചകമാണ്. ഇനി ഇതൻ സാത്തസുലബി വാലിദിക അബറൽ ഹാത്തിഫ്, ഉപ്പയുമായി ഞാൻ ഫോണിലൊന്ന് ബന്ധപ്പെടട്ടെ. ആര് പറഞ്ഞതാ? ഞാൻ, ശരിയാണ്. ആരാണ് പറഞ്ഞത്? അല്ലുമ്മു, ഉമ്മ പറഞ്ഞ വാക്കാണ്. ഇനി ഹൗവിൻ അലൈക്കയാ ബുനയ്യ, മോനെ നീ അത് കാര്യമാക്കേണ്ട, നീ ശാന്തനാകൂ, സമാധാനിക്കൂ. ആര് പറഞ്ഞതാണ്? അൽ ജദ്ദു, അല്ലേ, വല്ലിപ്പ പറഞ്ഞതാണ്. ഇവൻ്റെ വല്ലിപ്പ പറഞ്ഞ വാചകമാണ്, അവനെ സമാധാനിപ്പിച്ചുകൊണ്ട്. ലാസ്റ്റ് ലം തുഫക്കിർ ആഖിബത്ത ഫേലിക കത്തു, നീ നിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അന്ത്യം ചിന്തിച്ചില്ല കുട്ടി. ഇത് പറഞ്ഞതാരാണ്? അതെ, അൽ ഖാലു, അമ്മാവനാണ്. അമ്മാവൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ വാചകമാണത്. അപ്പോൾ ഇങ്ങനെയാണിത് യോജിപ്പിക്കുക. ഈ 2 പ്രവർത്തനങ്ങളും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പദങ്ങൾ മാത്രമേ എഴുതേണ്ടതുള്ളൂ. അത് പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അതുപോലെ ഷഖ്സിയാത്തും മുക്കാലമാത്തും തമ്മിൽ യോജിപ്പിച്ച് എഴുതുക. ഇതിൽ ഇനിയും ആക്ടിവിറ്റികൾ, പ്രവർത്തനങ്ങൾ വായിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം ഇൻഷാ അല്ലാഹ്.
ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.